പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് ജോൺ മോക്സ്ലിയെ സംബന്ധിച്ചാണ്. ഇന്ന് നടന്ന ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ അമേരിക്കയിൽ വെച്ചിട്ട് ഉണ്ടായിരുന്ന ബാറ്റിൽ അറ്റ് ദി വാലി എന്ന് പറയുന്ന ഇവൻറ്റിൽ ജോൺ മോക്സ്ലി ഒരു നോ DQ മത്സരത്തിൽ വിജയിച്ചതിനു ശേഷം നിലവിലെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ഏറ്റവും വലിയ ചാമ്പ്യനായ IWGP വേൾഡ് ചാമ്പ്യനായ ടെറ്റ്സുയോ നൈറ്റോ എന്ന റെസ്ലറിനെ ഏപ്രിൽ മാസത്തിൽ അമേരിക്കയിൽ വെച്ച് ന്യൂ ജപ്പാൻ നടത്താൻ പോകുന്ന ഇവൻറ്റിലേക്ക് ചലഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ജോൺ മോക്സ്ലിയുടെ ആരാധകരെ സംബന്ധിച്ച് അദ്ദേഹം പിന്നെയും വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് വരിക എന്നുള്ള ഒരു വാർത്ത കേൾക്കാനാണ് എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷകരമായ ഒരു അപ്ഡേറ്റാണ് പങ്കുവെക്കാറുള്ളത്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗും ഏപ്രിൽ 13 ചിക്കാഗോയിൽ വെച്ച് നടക്കാൻ പോകുന്ന വിൻ സിറ്റി റൈറ്റ് എന്ന് പറയുന്ന ഇവൻറ്റിലേക്ക് ഇവർ തമ്മിലുള്ള IWGP വേൾഡ് ടൈറ്റിൽ മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതേ ഒരു ഇവൻറ്റിലെ മറ്റ് അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്തഫ അലിയുടെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലേക്കുള്ള ഒരു ഡെബ്യൂ നമുക്കൊരു വീഡിയോ ഫുട്ടേജിലൂടെ കാണാൻ സാധിച്ചു. ന്യൂ ജപ്പാൻ്റെ ഹിരോമു ടകഹാഷി എന്ന് പറയുന്ന റെസ്ലറിനെയാണ് ഈ സെയിം ഇവൻറ്റിലേക്ക് ഏപ്രിൽ മാസത്തിൽ മുസ്തഫ അലി ചലഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു മത്സരവും ഔദ്യോഗികമായി ന്യൂ ജപ്പാൻ ഏപ്രിൽ മാസത്തിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റ് റിഡലിൻ്റെ ഒരു ടാഗ് ടീം മത്സരത്തിൽ റിഡിലിൻ്റെ ടീം വിജയിക്കുന്നതായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. AEWയിൽ വലിയൊരു പണി കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ഈ ഒരു ഇവൻറ്റിനിടയിൽ ആരംഭിച്ചിട്ടുണ്ട്. CM പങ്ക് AEW വിട്ടുപോകാനുള്ള കാരണം ജാക്ക് പെറി എന്ന് പറയുന്ന യുവതാരവുമായി ബാക്ക് സ്റ്റേജിൽ ഓൾ ഇൻ ഷോയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയതിനെ സംബന്ധിച്ചായിരുന്നു. അതിന് ശേഷമാണ് CM പങ്കിനെ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്താക്കിയത്. ജാക്ക് പെറി എന്ന റെസ്ലറിനെ അവർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ജാക്ക് പെറിയുടെ റെസ്ലിംഗ് റിംഗിലേക്കുള്ള ഒരു തിരിച്ചുവരവ് നമുക്ക് ഇന്നത്തെ ഇവൻറ്റിൽ കാണാൻ സാധിച്ചു. ജാക്ക് പെറി വന്ന് ന്യൂ ജപ്പാൻ്റെ താരമായ ഷോട്ടോ ഇമിനോ എന്ന് പറയുന്ന റെസ്ലറിനെ ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഷോട്ടോ ഇമിനോ ഒരു 6-man ടാഗ് ടീം മത്സരത്തിൽ വിജയിച്ചതിന് ശേഷമാണ് ഒരു മാസ്ക് ഇട്ടുകൊണ്ട് ജാക്ക് പെറി വന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. ആ ഒരു മാസ്ക് ഊരിയതിന് ശേഷമാണ് അത് ജാക്ക് പെറി ആണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത്. അതിനുശേഷം AEW കോൺട്രാക്റ്റ് റിംഗിൽ വെച്ച് ജാക്ക് പെറി കീറിക്കളയുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ന്യൂ ജപ്പാനും AEWയും ഒരു വർക്കിംഗ് ഡീലുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ റിംഗിൽ വന്ന് AEWൻ്റെ ഒരു ഒഫീഷ്യൽ കോൺട്രാക്റ്റ് ജാക്ക് പെറി കീറിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടുണ്ട്. മിക്കവാറും സ്റ്റോറി ലൈൻ ആണെന്ന് തന്നെ നമുക്ക് കരുതാം. ജാക്ക് പെറി എന്തായാലും ന്യൂ ജപ്പാൻ്റെ റിംഗിൽ വന്ന് AEW കോൺട്രാക്റ്റ് കീറിക്കളയണമെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അവർ തന്നെ സമ്മതിക്കുന്നതായിട്ടാണ് ഈ ഒരു സ്റ്റോറി ലൈൻ അവർ തുടങ്ങിയിട്ടുള്ളത്. ജാക്ക് പെറി അതിനുശേഷം ഒരു ആംബാൻഡ് സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്ന ഒരു ആംബാൻഡും ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റുകളാണ് ഇന്ന് നടന്ന ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ബാറ്റിൽ അറ്റ് ദി വാലി എന്ന് പറയുന്ന ഷോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് എലിമിനേഷൻ ചേംബർ 2024 എന്ന ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. സൂപ്പർ താരമായ CM പങ്ക് എലിമിനേഷൻ ചേംബറിൽ ലൈവായി അപ്പിയർ ചെയ്യും എന്നുള്ളത് WWE ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് Triple H പോസ്റ്റ് ചെയ്യുന്ന ഒരു അഭിപ്രായം ഇങ്ങനെയാണ്: എലിമിനേഷൻ ചേംബർ എന്ന ഇവൻറ്റ് ഇപ്പോൾ വലുതായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ആദ്യം ഒരു പോസ്റ്റർ പുറത്തേക്ക് വിട്ടുകൊണ്ട് സെത്ത്, കോഡി, റിയാ റിപ്ലി, ബിയാങ്ക അങ്ങനെയുള്ള താരങ്ങൾ മാത്രം വരും എന്നാണ് WWE സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോൾ അപ്പിയർ ചെയ്യുമെന്നുള്ളതും WWE കൺഫേം ചെയ്തു. ഇപ്പോൾ ഇതാ CM പങ്കും വരും എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. CM പങ്കിൻ്റെ നെക്സ്റ്റ് പ്ലാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റോയൽ റംബിളിൽ ഓൾറെഡി CM പങ്ക് പങ്കെടുക്കും എന്നുള്ളത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. CM പങ്ക് മെൻസ് റോയൽ റംബിളിൽ വിജയിക്കാനും സാധ്യതകൾ ഏറെയാണ്. നിലവിൽ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഡ്രൂ മാക്കൻഡയറുമായി ഫേസ് ടു ഫേസ് CM പങ്ക് ഒരു സെഗ്മെൻറ്റ് ചെയ്തിരുന്നു. റോയൽ റംബിളിൽ ഇരുവരും വിജയിക്കുമെന്നും CM പങ്കിനെ ഡ്രൂ മാക്കൻഡയർ എലിമിനേറ്റ് ചെയ്യും എന്നുള്ള വെല്ലുവിളികളൊക്കെ നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ ഡ്രൂ മാക്കൻഡയർ പുതിയൊരു വീഡിയോയും കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. അതിൽ പിന്നെയും CM പങ്കിനെ ചൊറിഞ്ഞുകൊണ്ടുള്ള വാക്കുകളാണ് ഡ്രൂ മാക്കൻഡയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് CM പങ്ക് വേഴ്സസ് ഡ്രൂ മാക്കൻഡയർ തമ്മിലുള്ള ഒരു മത്സരം എലിമിനേഷൻ ചേംബറിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. അതുകൊണ്ടായിരിക്കണം CM പങ്കിൻ്റെ ഒരു അപ്പിയറൻസ് ഇപ്പോൾ തന്നെ കൺഫേം ചെയ്തത്. ഇനി അഥവാ CM പങ്ക് മെൻസ് റോയൽ റംബിളിൽ വിജയിച്ചു എന്ന് കരുതുക. അപ്പോൾ റെസ്ൽമേനിയയിൽ സെത്തിനെതിരെ കളിക്കുന്നതിന് മുൻപുള്ള ഒരു ഫ്യൂഡ് എന്നുള്ളൊരു നിലയിൽ ഡ്രൂ മാക്കൻഡയറും CM പങ്കും ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന എലിമിനേഷൻ ചേംബറിൽ ഏറ്റുമുട്ടുന്നു. അവിടെ CM പങ്ക് വിജയിക്കുന്നു. അങ്ങനെ CM പങ്ക് വലിയൊരു മൊമെൻറ്റത്തോടു കൂടി സെത്തിനെതിരെയുള്ള മത്സരത്തിന് റെസ്ൽമേനിയയിലേക്ക് പോകുന്നു. അതായിരിക്കണം മിക്കവാറും പ്ലാൻ എന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ ഡ്രൂ മാക്കൻഡയർ വേഴ്സസ് CM പങ്ക് ആ ഒരു സ്റ്റോറി അവർ റോയൽ റംബിളിലൂടെ നിർത്തില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ CM പങ്കും കൂടി എലിമിനേഷൻ ചേംബറിൽ വരുന്നുണ്ട്. റോമൻ റെയിൻസിൻ്റെ അപ്ഡേറ്റ്
ഇതുവരെ കൺഫേം ആയിട്ടില്ല. കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.